LDF പ്രതിഷേധത്തിനിടെ ഗവർണർ ഇടുക്കിയിലെത്തി മടങ്ങി. കരിങ്കൊടിയും ഗോബാക്ക് വിളികളുമായി ഇടത് സംഘടനകൾ പ്രതിഷേധിച്ചു. പ്രതിഷേധക്കാരെ കൈവീശി കാണിച്ചു ഗവർണർ. രാഗിൻ വിവരങ്ങളുമായി. രാഗിൻ, ഗവർണറുടെ ഇടുക്കി സന്ദർശനത്തിൽ പ്രതിഷേധിച്ച് LDF ഹർത്താൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ SFIയുടെ പ്രവർത്തകർ, വലിയ ഒരു സംഘം പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാണിക്കുകയും ചെയ്തു. അതേസമയം അവർ ഗവർണറെ തടയുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം കരിങ്കൊടി കാണിച്ചു. ഗവർണർ പക്ഷേ ക്ഷോഭമൊന്നും കാണിക്കാതെ വളരെ കൂളായിട്ട് കൈവീശി കാണിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്ത് സംഭവിച്ചു രാവിലെ മുതൽ? അഭിലാഷ്, വഴിയിലുടനീളം കനത്ത പ്രതിഷേധം. എന്നാൽ പോലീസ് അകമ്പടിയിൽ പ്രതിഷേധങ്ങളെ കൂസാതെ ഗവർണർ. ഇതായിരുന്നു ഇവിടെ കണ്ട കാഴ്ച. അതായത് രാവിലെ ഇദ്ദേഹം വരുന്ന ഘട്ടത്തിൽ പലയിടങ്ങളിലും SFI DYFI പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ അത് ഒരു അതിര് കടന്ന തലത്തിലേക്ക് പോയില്ല. ഗവർണർ വളരെ കൂളായി, അല്ലെങ്കിൽ വളരെ സുഖമായി തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. പക്ഷേ ഈ പരിപാടിക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങി റെസ്റ്റ് ഹൗസിലേക്കുള്ള പാതയിൽ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. DYFIയുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ പ്രതിഷേധം. ആ പ്രതിഷേധത്തിൽ കുറച്ചു നേരം, ഏതാനും നിമിഷങ്ങൾ ഗവർണറുടെ വാഹനവ്യൂഹം തടസ്സപ്പെട്ടു. ആ പ്രവർത്തകർ മുന്നിലേക്ക് വന്നു. പക്ഷേ ഈ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഗവർണർ കൈവീശി കാണിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. വാഹനത്തിനുള്ളിൽ നിന്ന് പ്രതിഷേധക്കാരെ കൈവീശി കാണിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് ഉണ്ടായത്. തുടർന്ന് റെസ്റ്റ് ഹൗസിലെത്തിയെങ്കിലും അധിക നേരം അവിടെ ചെലവഴിച്ചില്ല. ഉടൻ തന്നെ ഗവർണർ മടങ്ങുകയാണ് ഉണ്ടായത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഗവർണർ ചില കാര്യങ്ങൾ സംസാരിച്ചു. അതും ഈ അല്ലെങ്കിൽ ഗവർണർ മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങൾ സംബന്ധിച്ചുള്ള പരാമർശങ്ങളാണ് ഈ പ്രസംഗത്തിലും നടത്തിയത്. നിയമത്തിന് മുകളിൽ ആരുമില്ല, വ്യക്തികൾക്ക് മുകളിലാണ് നിയമം നിൽക്കേണ്ടത്. MLA-മാരെല്ലാം അല്ലെങ്കിൽ ജനപ്രതിനിധികളെല്ലാം അതിനൊക്കെ താഴെയാണ്. തനിക്ക് ഭരണഘടനാ ബാധ്യത നിറവേറ്റാനുണ്ട്, അത് പരമാവധി ശ്രമിക്കും. സമ്മർദ്ദം ചെലുത്താൻ നോക്കേണ്ട, താൻ റബ്ബർ സ്റ്റാമ്പല്ല തുടങ്ങിയ പരാമർശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പുറത്തേക്കിറങ്ങിയ അദ്ദേഹം ഈ കാറിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ ഉണ്ടായിരുന്ന 2 കുട്ടികളെ കാണുകയും ചെയ്തു. അതിനുശേഷമാണ് വാഹനത്തിൽ കയറി മുന്നോട്ട് നീങ്ങുന്ന ഘട്ടത്തിലാണ് വലിയ പ്രതിഷേധം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ്. ഗവർണർ ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. എങ്കിലും വൈകിട്ട് 6 വരെ ഹർത്താലുണ്ട്. ഈ ഹർത്താലിൻ്റെ ഘട്ടത്തിൽ യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. എന്തായാലും വാഹനങ്ങൾ തടയുകയോ കടകമ്പോളങ്ങൾ അടപ്പിക്കുകയോ മറ്റ് പ്രതിഷേധങ്ങളിലേക്കോ ഒന്നും കാര്യങ്ങൾ പോയില്ല. ഗവർണർക്കെതിരെയായിരുന്നു SFIയുടെയും DYFIയുടെയും LDFിൻ്റെയും CPM-ൻ്റെയും ഒക്കെ ആകെയുള്ള പ്രതിഷേധം. രാജ്ഭവനിൽ പ്രതിഷേധ മാർച്ച് നടത്തുമ്പോൾ ഇവിടെ ഇത്തരത്തിൽ ഗവർണർ വരുന്നത് തങ്ങളോടുള്ള വെല്ലുവിളിയാണ്, ജനങ്ങളുള്ള വെല്ലുവിളിയാണ് എന്നതായിരുന്നു ഈ LDFിൻ്റെ ആരോപണം. അതേസമയം ഗവർണർ മുന്നോട്ട് വയ്ക്കുന്നത് അത്തരത്തിൽ താൻ ഒപ്പിടാതിരുന്നത് ചില വിശദീകരണം ചോദിച്ചിരുന്നു, അതിനൊന്നും മറുപടി ലഭിച്ചില്ല. അതുകൊണ്ടാണ് ഒപ്പിടാത്തത് തുടങ്ങിയ മറുപടികളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. എന്തായാലും ഇപ്പോഴും ഈ ഹർത്താലാണ്. ഇടുക്കിയിൽ 6 മണി വരെ ഹർത്താലുണ്ട്.